അവള് ഭയങ്കര നാലുകാലം പോകുന്നൊരു സമയമായിരുന്നു. എന്നെയൊക്കെ വലുതായി അല്ലേ എന്നാ? ഹായ് പറഞ്ഞേ, ഉമ്മ കൊടുത്തേ എന്നെ കൊച്ച. ആ ഇവിടെ ഭയങ്കര സ്നേഹമാണ് മാർത്ത എന്നെയും കൂടെ. പക്ഷെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതെങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ? എന്റെ തല പെണ്ണ നിന്ന് ഞാനുണ്ടല്ലോ, ഇനി ശരിയാക്കും ഞാൻ. വാ സ്പീഡി വാ. ഹലോ, കഞ്ഞി കുടിക്കാൻ പോവാന്ന് പറ. കഞ്ഞി കുടിക്കാൻ പോവാ. ഹലോ ഗായ്സ്, ഫോണ് കൊണ്ട പോവാ. ഫോണ് കൊണ്ട് കോരാൻ പോവാ. എങ്ങനെയാ അരി വെക്കുന്നത്? അവള് പിന്നെയും പറക്കാൻ പോന്നു. എന്നാ ഇങ്ങനെ ആക്കിക്കേ, തല ഒരുക്കിക്കേ. ഹലോ ഗൈസ്, പറ. ചുന്ന ഒന്നും പറയാത്തെ, ഇതൊന്നും പറയാത്തെ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. നമ്മള് എല്ലാവരും വീട്ടിലുള്ള ഒരു ഡേ ആണ്. രാവിലെ തൊട്ട് നടക്കുന്ന ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. അന്നെ കൊച്ചി രാവിലെ എണ്ണീറ്റോ? എന്നെ കൊച്ചി പണ്ട് നമ്മളുടെ വീഡിയോ എടുത്തതിൽ ഇവള് നടക്കുമെന്ന്, ഇവിടെ നടക്കും ഇങ്ങനെ. അവള് ഭയങ്കര നാലുകാലം പോകുന്നൊരു സമയമായിരുന്നു. എന്നെയൊക്കെ വലുതായി അല്ലേ എന്നാ? ഹായ് പറഞ്ഞേ, എപ്പന്നോട് ഹായ് പറഞ്ഞേ. ഓടിപ്പോണ്ട, ഇവിടെ നിന്നോട് ഹായ് പറയേ. എന്നെ എക്സൈറ്റഡാ. ഹായ് പറയ്, ഉമ്മ കൊടുത്തേ. മറത്ത ഗുഡ് മോർണിംഗ് പറഞ്ഞേ. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാല് കുറെ ടോയ്സ് എല്ലാം പറക്കി. കാപ്പി കുടിച്ചോ? ഇല്ല. ചായ കുടിച്ചോ? മക്കളെന്താ? കണ്ണു വരച്ചേ. നീ കണ്ണെന്തിയ മമ്മേൻ്റെ? മൂക്ക് വരച്ചേ മമ്മയുടെ. മുടിയൊക്കെ കെട്ടിയിട്ട് മാർത്തയ്ക്ക് എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം, അപ്പം കഴിക്കണം. അപ്പം കഴിക്കുന്നുണ്ടോ മാർത്ത? എന്ന് പറയണ്ടേ? ഓഹ് ശരി. ഭയങ്കര ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് പെട്ടെന്ന് ചട കയറി ഈ മാർത്തയുടെ തലമുടി. എപ്പോഴും അതെ ഇങ്ങനെ കുരുവിക്കൂട് പോലെ തലയിരിക്കുന്നത്. ജീവനുള്ള എപ്പോഴും സമ്മതിക്കുകയോ ഇല്ല, എണ്ണ വെക്കാൻ സമ്മതിക്കില്ല. കൈ കൊണ്ട് ചട കളയാന്ന് വെച്ചാൽ അപ്പത്തേനും മക്ക എന്താ ഇപ്പം എല്ലാം പറയാനായി. അത് കാരണം ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലത് നമ്മൾ പിന്നെയും ചോദിച്ചു കഴിയുമ്പോൾ വായിൽ വെക്കല്ലേ. മമ്മേന്റെ കണ്ണ് വരച്ച്. കണ്ണ് പേന എന്തിയേ? എന്തിനാണോ? എന്തും പറയാൻ പാടില്ല മാർത്ത. ഒരാവശ്യത്തിന് നമ്മള് മുടി കെട്ടാന്ന് വിചാരിച്ചാൽ അതിന്റെ വാച്ചിനൊന്നും വരും. ബോള് നമുക്ക് താഴെ നിന്ന് എടുക്കാം. ബോൾ എന്തിയേ? ആരെ കളഞ്ഞ ബോള്? ഇല്ലേ? ആരെ താഴെ ഇട്ടേ? അന്നയാണ് ഇട്ടേ. അന്ന പറ. വാ, ബോളാ ചേട്ടൻ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇത് മുടി കെട്ടിട്ട് വേണം ബോൾ എടുക്കാൻ പോവാൻ. വാ, മുടി കെട്ട്. കാപ്പി കുടിക്കണ്ടേ? വരുന്നുണ്ട്. അടുക്കളയിലെത്തി രാക്ഷസി. ഒരു രാക്ഷസിനെ ആകെ പേടിയുള്ളൊരു സാധനം രാക്ഷസി. അപ്പം നമ്മൾ രാക്ഷസി വരുന്നുണ്ട് എന്നും പറഞ്ഞാണ് പേടിപ്പിച്ചിട്ട് തീറ്റിക്കുന്നതും. എന്നാ എന്നാ
താഴെ ചേട്ടനുണ്ടോ? കടിക്കല്ലേ? താഴെ ചേട്ടനുണ്ടോ നോക്കിക്കേ. ഉണ്ടോ? നമ്മളുണ്ടല്ലോ, മാർത്തയുടെ ആണേലും അന്നയുടെ ആണേലും മുടി ഉണ്ടായ പിന്നെ ഇതുവരെ വെട്ടിയിട്ടില്ല. അപ്പം ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ഇതുവരെ മുടി വെട്ടിയില്ലെങ്കിൽ നല്ല മുടി വരില്ല, മുട്ടയടിക്കണം എന്നാലേ നല്ല മുടി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവരും മുടി മുറിക്കാൻ വേണ്ടി കുറേ അതും ഇതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പിന്നെയും മുടിയൊന്നും മുറിക്കാതെ ഈ ടെക്സ്ചർ ചിലപ്പോൾ മുടി മുട്ടയടിച്ച് കഴിയുമ്പോൾ മാറും. ഇപ്പം നല്ല കേളി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പണ്ട് അന്ന ചെറുതായിരുന്നപ്പോൾ ഇച്ചിരി ഫ്രണ്ട് ഭാഗം എന്തോ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറേ നാൾ അവളുടെ മുടി വേറെ ടെക്സ്ചറായിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ മുടി മുറിക്കുന്നില്ല എന്ന് വിചാരിച്ച്, അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് മുറിച്ചില്ല. അപ്പം മുടി മുറിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കാം നല്ല മുടി വരുമോ അതെയോ എങ്ങനെയാ മുടി വളരുന്നതെന്ന്. ആണ്ടേ ദേ വരുന്നു രാക്ഷസി. മാർത്തയുടെ മുടി ചുരുണ്ട മുടി, രണ്ടുപേരുടെയും ചുരുണ്ടതാ, പക്ഷേ ഡിഫറെൻറ്റ് ടെക്സ്ചർ ഓഫ് ചുരുളിമയാണ്. ദേ വരുന്നു രാക്ഷസി. ആൻറ്റിയാണ് രാക്ഷസീനെ കൊണ്ടുവരുന്നേ. വായിൽ വെക്കല്ലേ. രാക്ഷസി വരണ്ടാന്ന് പറ. മാർത്ത ഗുഡ് ഗേൾ ആയി, മുടിയൊക്കെ കിട്ടി. അപ്പനെ കാണിച്ചു കൊടുത്തേ. ചുന്ദരിയായെന്ന് ചോദിച്ചേ. ഇനി മുഖമൊക്കെ കഴുകണം, പല്ലൊക്കെ തേക്കണം. അടുത്തയാള് വരുന്നു. വന്നേ, ഇവിടെ വന്നിരുന്നേ രണ്ടുപേരും. രണ്ട് ചുന്ദരികൾ ഞങ്ങളുടെ. ടാറ്റ കൊടുത്തേ. ഉമ്മ കൊടുത്തേ. എന്നെ കൊച്ചു. ഇവിടെ ഭയങ്കര സ്നേഹമാണ് മാർത്ത എന്നെയും കൂടെ. പക്ഷെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതെങ്ങനെ മാറുന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ. എന്നെ സ്കെച്ച് ഇടാൻ തുടങ്ങി. മുടി വലിക്കുന്നുണ്ടോ? വലിക്കല്ലേ, പറയേണ്ട താമസമേ ഉള്ളൂ വലിക്കാൻ. രണ്ടുപേരും ഭയങ്കര തട്ടിപ്പറിയാ. രണ്ടുപേർക്കും ഒരു സാധനം മതി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാ മാർത്ത, നമുക്ക് ബ്രഷ് ചെയ്തിട്ട് വരാം. ഞാൻ പല്ല് തേക്കാൻ പോവാ. മാർത്ത വരുന്നുണ്ടോ പല്ല് തേക്കാൻ? എല്ലാം തന്നെ ചെയ്യുന്ന സ്റ്റേജിലോട്ട് മാർത്ത വന്നേക്കോ. എല്ലാം മാത്ത എനിക്ക് പറഞ്ഞേ. ബ്രഷ് തരില്ല. ബ്രഷ് തന്നെ. ബ്രഷ് കൊണ്ട് കുളുകുളു വെച്ച മാർത്ത. കുളുകുളു വെച്ചേ. കുടിച്ചത് മോനെ, മോന്റെ കൈ കിട്ടത്തില്ല. വെള്ളമല്ല, സെയിം വെള്ളമാണ് നമുക്ക് കുടിവെള്ളമായിട്ട് വരുന്നത്. അതുകൊണ്ട് തുപ്പ മോനെ, ഉളുകുളു വെച്ച് തുപ്പ. ഇതെന്നെ കാണിക്കുന്നേ. അയ്യോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ മാർത്ത? എന്താ കഴിക്കുന്നേ? ഇന്നെന്താ മാർത്ത കഴിക്കുന്നേ? പുഴു എടുത്ത് മാറ്റാം. തുറക്ക്. ചിക്കൻ നിങ്ങൾക്ക് വേണോ? അന്നയുടെ രാവിലത്തെ എല്ലാം കഴിഞ്ഞതാ. അന്ന ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയും ആണ്. അപ്പോൾ ആദ്യമൊക്കെ ഇവള് രാവിലെ സിർലാക്കൊക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ നാളായിട്ട് രാവിലെ അപ്പം, ദോശ അതൊക്കെ കഴിക്കും. അപ്പം ഇച്ചിരി സമയം എടുക്കും, എന്നാലും കുഞ്ഞായിരുന്നപ്പോഴത്തേനേക്കാളും ഒക്കെ ഇച്ചിരിയോടെ ബെറ്ററായി ഫുഡ് കഴിക്കാൻ. അയ്യോ ദേ രാക്ഷസി വരുന്നു. ഞാൻ പുഴുവിനെ വിടും. മാർത്ത, പുഴു വരുന്നുണ്ട് മാർത്തനെ പിടിക്കാൻ. വേഗം വന്നു. വാ, ഇത് മേടിച്ചിട്ട് പോ. ഇല്ല പുഴു വരും. അന്നമ്മേ, എറിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഷോ, അമ്മ വരുമ്പോ വഴക്ക് പറയും. അപ്പം വേണോ? അന്ന കൊച്ചു കഴിക്കും. അയ്യോ, മോൻ എടുത്ത് നോക്കി എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് എടുത്ത് നോക്കിക്കേ.
അയ്യോടാ മമ്മ എടുക്ക, ഇത് തിന്നോ. മമ്മ എടുത്തു തരാം. എടുത്തേ. ഇനി മാർത്ത വരയ്ക്ക്. മമ്മേന്റെ കണ്ണ് വരയ്ക്ക്. ഈ ഒരു പടം വരയ്ക്കുന്ന സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമ്മുടെ വീട്ടിൽ. നമ്മൾ 3 എണ്ണം ഇവിടെ വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും പടം വരയ്ക്കാന്ന് പറഞ്ഞാൽ കുറേ നേരമൊക്കെ പടം വരച്ചുകൊണ്ടിരുന്നോളും. അത് കഴിഞ്ഞ് അയ്യോ എൻ്റെ കാല് പോയിടിയാ. എന്താ കാണിക്കണേ? അത് ചെയ്തോണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും പോവാൻ വിളിച്ചാൽ അതും എടുത്തോണ്ട് വരും. എന്റെ തല പെണ്ണ, നിന്നെ ഞാനുണ്ടല്ലോ, നിന്നെ ശരിയാക്കും ഞാൻ. പക്ഷേ നോ എറിയാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാം അത് തന്നെയാണല്ലോ ചെയ്യത്തുള്ളൂ അല്ലേ? എന്നമ്മേ ഇപ്പൊ പാർക്കിൽ പോവാന്ന് പറഞ്ഞാലും ഈ സാധനം എടുത്തോണ്ട് വരും. മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞാലും ആ സാധനം എടുത്തോണ്ട് വരും. ചിക്കൻ വേണോ? മമ്മേന്റെ പടം വരച്ചോ? എന്താ അത്? മമ്മയുടെ കണ്ണാണോ? മൂക്ക് വരച്ചേ, മമ്മേന്റെ മൂക്ക്. 3 സാധനം ഉണ്ടെങ്കിൽ 2 പേർക്കും ഒരു സാധനം മതി എപ്പോഴും. അന്നതേ അതെടുത്ത് പടം വരച്ചേ. അതേ ഇരിക്കുന്നു, അതെടുത്ത് വരയ്ക്കേ. അതെടുത്ത് എറിഞ്ഞാല് അടി ഉറപ്പാ. കൊച്ചു അതിനകത്ത് ആരാ ഉള്ള? കുറുക്കനെ കാണിച്ചെന്നേ, കുതിരേനെ കാണിച്ചെന്നേ. ജിറാഫ് ഉണ്ടെന്ന്. ഇങ്ങോട്ട് വാ. ഒരു 45 മിനിറ്റ്സ് to 1 hour എടുക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആണ്ടെ അന്നെ കൊച്ചു അതിനകത്തുനിന്ന് കുതിരേനെ കാണിച്ചു തരും. ആണ്ടെ ഇതിനകത്ത് രാക്ഷസി ഉണ്ടെന്ന്. മമ്മ രാക്ഷസിനെ കാണിച്ചു തരാം. ആണ്ടെ ട്രക്ക് കഴിക്കേ. അയ്യോ അയ്യോ കാക്ക എന്നൊക്കെ അതിനകത്ത്. വാ തുറന്നേ. വെള്ളം കുടിക്കുക. എരിവാണോ? ഇപ്പൊ നമ്മള് പഴയ പോലെ കുറുക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും നാട്ടിൽ പോകുന്നിടം വരെ കഴിക്കുമായിരുന്നു. പിന്നെ നാട്ടിലൊക്കെ പോയി നാട്ടിൽ നിന്ന് ചോറും കഞ്ഞിയൊക്കെ തിന്ന് ഇപ്പൊ കുറുക്കൊന്നുമില്ല. കുറുക്കൊക്കെ ഒഴിവാക്കി. നമ്മള് ചിക്കൻ പോറഞ്ച്, ബീഫ് പോറഞ്ച്, കഞ്ഞി, ചോറും കറിയൊക്കെ ഇപ്പൊ ചോദിച്ചു. ചോറ് കഴിഞ്ഞോ? മറത്തേക്ക് ചോറ് വേണ്ടേ ഉച്ചക്ക്? മറത്ത് ചോറ് കഴിക്കുവോ? വായില് വെള്ളം ഇറക്ക്. ഉണ്ട്. റിമോട്ട് ഓണായി. ചുവൻ കഴിച്ചോ? എന്താ വേണ്ടേ മറത്തേക്ക്? പുഴു വേണ്ടെങ്കിൽ ഇത് കഴിക്കും. അമ്മ പുഴു മാറ്റാം. എന്നാ കഴിക്കേ. എന്തിയാ പുഴു അതിന് ഇവിടെ ഉണ്ടോ? മാറ്റി. ഇനി ഇത് കഴിക്കേ. മാറ്റി അമ്മ ഒളിപ്പിച്ചു വെച്ചു. ഇത് കഴിക്കേ. ഇല്ല ഞാനിപ്പോ പുറത്തെടുക്കും. എന്നാ അതെ രാക്ഷസി പേടിയുള്ള സാധനം. രാക്ഷസി വന്ന് പുറത്തിരുന്ന് നോക്കും ഞങ്ങളെ. എന്നിട്ട് മാർത്ത കഴിക്കുന്നില്ലെങ്കിൽ ഇത് ഇറക്ക്. മാർത്തേനെ പിടിച്ചോണ്ട് പോവും രാക്ഷസി അല്ലേ? രാക്ഷസി എന്ത് ചെയ്യും? മാർത്തേനെ പിടിച്ചോണ്ട് പോകും. കൊണ്ടോ രാക്ഷസിന്റെ വീട്ടില്. ഓ അമ്മേ. അയ്യോ നമ്മൾ കഴിച്ചിട്ട് വരാംന്ന് പറയും. നിങ്ങൾ അപ്പം കഴിച്ചിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ കാണിച്ച് തിരികട്ടെ. ഇന്ന് ലേറ്റായി. ഞങ്ങൾ ഓഫായോണ്ട് താമസിച്ച് എണീറ്റ്. അപ്പം ഇച്ചിരി വേഗം എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ വരാം. ടാറ്റ കൊടുത്തേ. എന്തേലും രാക്ഷസി വരുന്നു. ഇങ്ങോട്ട് കാപ്പി കുടിച്ചോ? അയ്യോ പേടിച്ചു. കാപ്പി കുടിച്ചോ? വാ സൈക്കിൾ ഓടിക്ക്. അടി ഇങ്ങോട്ട് വാ. സൈക്കിൾ ഓടിക്ക്. പോട്ടെ. വാ സ്പീഡി വാ.
മാത്തക്കുത്ത എല്ലാം തന്നെ ചെയ്യണം. ആരെയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കുത്ത്. കുത്തിരി. ഇവിടെ ഇവിടെ അതല്ല ഇത് സാധനം ഇവിടെ അവിടെ അല്ല, അത് സ്ക്രൂവാ. അവിടെ എല്ലാം മോളെ മേളിൽ ആ ഇറക്കി പെട്ടെന്ന് ഇറക്കി. ഇന്നത് കണ്ട് അയ്യോ. പാട് മമ്മ പാടും മമ്മളെ കൊണ്ട് കൊടുക്കും. മമ്മ പറയാം. മമ്മ ABCD പറയാം. മാത്ത പറഞ്ഞേ. മാത്ത അപ്പ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നോ? അങ്ങോട്ട് ബോസ് വന്നു. അങ്ങോട്ട് വന്നു. എന്നെ കൊച്ചു വന്നു. മാർത്ത എവിടെ പോയതാ? മാർക്കറ്റിൽ പോയോ? എന്തോ മേടിച്ചു? ബനാന മേടിച്ചു. പിന്നെ എന്നാ മേടിച്ചു? ചോക്ലേറ്റ് മേടിച്ചോ? പൊടി അപ്പ വരയ്ക്കണോ? മാർത്ത വരച്ചിട്ട് അപ്പ വരയ്ക്കാം. ഹലോ പറഞ്ഞേ. ഹലോ ഹായ് പറഞ്ഞേ. സുഖാണോന്ന് ചോദിച്ചേ. പറയ്. മാത്ത പറയ്. ഹലോ കഞ്ഞി കുടിക്കാൻ പോവാന്ന് പറ. കഞ്ഞി കുടിക്കാൻ പോവാ. ഹലോ ഗായ്സ്. ഫോണ് കൊണ്ട് പോവാ. ഫോണ് കൊണ്ട് കോരാൻ പോവാ. കോരാൻ പോവാണോ? സ്പൂണ് കൊണ്ട് എന്താ കോരാൻ പോന്നേ? കഞ്ഞിയാണോ? കോരാൻ പോവാ. ആണോ? കഞ്ഞി കോരാ. ഓക്കേ. കഞ്ഞി കോരാം. അമ്മ കഞ്ഞി എടുക്കട്ടെ. ഇവിടെ ആന്റി വിളിക്കണം. മീമിയുണ്ട്. മീമി ഒക്കെ. അപ്പൊ ഇതാണ് മാർത്തയുടെ ലഞ്ച്. ഇത് പൊറിജാണ്. നമ്മൾ ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് ഒരു പൊറിജ് ഒരു ദിവസം വാങ്ങി കൊടുത്തപ്പോൾ അത് കഴിച്ചു. അന്നേരം തൊട്ട് നമ്മൾ ആ സാധനം വീട്ടിലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഒരു ജാസ്മിൻ റൈസും കുറച്ച് ചിക്കനും കുറച്ച് ബീഫും ഒക്കെ കൂടെ ഇട്ടിട്ട് ഇച്ചിരി സോയാ സോസൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിൽ അടിച്ചെടുക്കും. അതപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പം മാർത്തയുടെ ഉച്ചക്കത്തെ ലഞ്ച് അതാണ് അല്ലേ? അതെ, ഇതാണ് കഞ്ഞി. നല്ലതാണോ? എമ്മി പറഞ്ഞേ. ഇതെന്താ? കഞ്ഞിയാണോ? അന്നക്കൊച്ച അവിടെ ഇരുന്നിട്ട് ചോറ് തിന്നുവാ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് ചിക്കനും ബീഫും എല്ലാം കൂടെ വയറ്റി ചെന്നോളൂല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കഞ്ഞിയാണ് കൊടുക്കുന്നത്. ചോറ് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ അധികം ചവച്ച് കഴിക്കില്ല. ചിക്കനും ഒക്കെ ആണേലും കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഞ്ഞി കൊടുക്കും. അല്ലേ മാർത്ത? അതേന്ന് പറയും. അതെ. അപ്പം ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ട് വരാം. പറഞ്ഞേ കഞ്ഞി കുടിച്ചിട്ട് വരാന്ന്. ഓക്കെ. പടമൊക്കെ വരച്ചിട്ട് കഞ്ഞി കുടിക്കേ. വരയ്ക്കേ. ഇന്ത്യ പേന വരച്ചേ. പടം വരച്ചേ. ഇത് നമുക്ക് ആക്ച്വലി വലിയവർക്കും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മുട്ടയൊക്കെ ഇടും ചിലപ്പം. മുട്ട പൊട്ടിച്ചിട്ട് അത് ചൂടോടെ മുട്ട പൊട്ടിച്ചിട്ട് അത് ആ ചൂടിൽ തന്നെ കിടന്ന് മുട്ട വേവും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കൊടുക്കും. എവിടെ പോവാ? മന്തി ഇങ്ങോട്ട് കയറിയിരിക്കും. ഇതിൽ വരയ്ക്കേ. അങ്ങോട്ട് പോയാൽ എങ്ങനെ? ഞാൻ വരില്ലേ. ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ. ഞാനിവിടെ നനങ്ങൂല. നീ ഇവിടെ വന്നിരിക്കേ. അവിടെയല്ല ഇവിടെ. ഞാനില്ല. ഞാൻ വരില്ല. ഇവിടെ വന്നിരുന്ന കഞ്ഞി തരാം.
അനുകൊച്ചു ചോറുണ്ണുവാ. കൊച്ചിന്റെ ചോറിന് എന്താ കറി? മക്കൾ എന്താ കഴിക്കുന്നേ? മാർത്ത എന്താ കഴിക്കുന്നത്? മാർത്തക്ക് ആരാ കഞ്ഞി തരുന്നേ? ബീഫ് ബീഫ് ഇതാ ഇത് കഴിച്ചേ. അതെ കഞ്ഞി കുടിച്ചിട്ട് വരാം ഗായ്സ്. നിങ്ങൾ ഇത് കാണണം, ഇത് കാണണം നിങ്ങൾ. മേളം എന്ത് പറ്റി? ഇങ്ങോട്ട് വാ, പാത്രത്തിൽ ഇട്ട് തരാം. ദേണ്ടേ ദേണ്ടേ അടി കൂടല്ലേ. രണ്ടുപേരും കൂടെ അടി കൂടുന്നത് നിങ്ങൾ കാണും. എന്നാ പറ്റി? എല്ലാം എടുത്തോണ്ട് താങ്ക് യു. മമ്മ വെച്ചേ. അമ്മത്തെ കഴിച്ചോ? ഇനിയുള്ളത് അവള് കഴിക്കട്ടെ. കഴിച്ചോ മാർത്ത? അവിടെ ഇരുന്ന് കഴിച്ചോ? അവള് പിന്നെയും പറക്കാൻ പോന്നു. എന്നാ രണ്ടുപേർക്കും കിട്ടിയില്ലേ? രണ്ടുപേർക്കും കിട്ടിയില്ലേ? മാർത്തയുടെ പാത്രത്തിലുള്ളത് മാർത്തയും കഴിക്കണം, അന്നയുടെ പാത്രത്തിലുള്ളത് അന്നയും കഴിക്കണം. രണ്ടുപേരും കഴിക്കണം കേട്ടോ. കരയരുത്. സമാധാനമായോ? ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത് കേട്ടാ. ഉണക്കമുന്തിരി കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ടുപേരും കൂടെ. ഉച്ചഭക്ഷണം ചോറ് കഞ്ഞിയൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഒരു 3-4 വർഷം ഉണക്കമുന്തിരി കൊടുത്തു പോയതാ. എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാ പൊന്നോ. അണ്ടിപ്പരിപ്പുണ്ട്. എന്നെ എന്താ കഴിക്കുന്നേ? മുന്തിരിങ്ങ. മുന്തിരിങ്ങ പറഞ്ഞേ. മുന്തിരിങ്ങ മുന്തിരിങ്ങ. മാത്രം എന്താ കഴിക്കുന്നേ? മുന്തിരിങ്ങ നല്ലതാണോ? ആരാ തന്നേ മുന്തിരിങ്ങ? ആരാ തന്നേ മുന്തിരിങ്ങ? ചോറ് കഴിക്കുക. മാർത്ത ചോറ് കഴിച്ചോ? മാർത്ത എന്താ തിന്നണേ? ആരാ തന്നേ മുന്തിരിങ്ങ? ആരാ മുന്തിരിങ്ങ തന്നേ? മോനെന്നാ കഴിക്കുക? മുന്തിരിങ്ങ. നീ ഇതെല്ലാം കഴിച്ച് കുളിക്കും. രണ്ടുപേർക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അത് കാരണം തലയൊന്നും നനയ്ക്കാതെ വേഗം കുളിച്ച് വന്ന് കിടന്നുറങ്ങും അല്ലേ? കുളിച്ച് കിടന്ന് വന്നിട്ട് എങ്ങനെയാ ഉറങ്ങുന്നേ? അങ്ങനെയാണോ ഉറങ്ങുന്നേ? എങ്ങനെയാ ഉറങ്ങുന്നേ? അതെങ്ങനെയാ രാരി വെക്കുന്നേ? അങ്ങനെയാണോ രാരി വെക്കുന്നേ? ശരി ശരി. അടുത്തയാള് രാരി വെച്ചു. മാർത്ത ABCD പറഞ്ഞേ. പറ. നമ്മൾ മുന്തിരിക്ക തരാം. ABCD പറയ്. ABCD പറ. AB ഉറക്കെ പറ. സൗണ്ടിൽ പറയേ. പറ. അമ്മേരി കുട്ടി പറയണേ. നീ ABCD പറയ്. ഒച്ചയിൽ പറ. AB EFG. ഇനി എന്താ? HI. മമ്മ പറയുന്നില്ല. അമ്മ പറയുന്നില്ല. വാർത്ത പറയും. മമ്മ പറയുന്നില്ല. മമ്മ പറയുന്നില്ല. സമാധാനമായോ? എല്ലാം കൂടെ എന്നെ കൊച്ചല്ല എടുത്തത്, നീയാ എടുത്തത്. നീ തട്ടി ഇങ്ങനെ പാത്രം മുക്കിയതുകൊണ്ട് എല്ലാം ചാടിപ്പോയി. ഞാൻ നിന്നില്ലല്ലോ. സാരമില്ല. പോ. മെല്ലെ മെല്ലെ പറക്കിയിട്.
എടി നിന്റെ പാത്രത്തിൽ ഞാനിവിടെ വെച്ച് രണ്ടുപേർക്കും ഓരോ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം പാത്രം നോക്കി കരയല്ലേ കഴിക്കും, അത് കഴിക്കും രണ്ടുപേരും. ഇതിന് മുന്തിരിങ്ങ തീരുന്ന അവിടെ ഇരുന്നോ, അവിടെ എണീറ്റേ ആ കണ്ടോ, കാണാതെ ഇരിക്കാനും പറ്റില്ല. പോയി ഇനി കരഞ്ഞ് നീ സാധനം കൊടുത്തില്ലല്ലോ, അത് കാരണം കൊച്ചു പോയി. ആർക്കും എന്നെ കൊച്ചിനൊന്നും കൊടുക്കാത്ത കാരണം അനുകൊച്ചു പോയി. കൊച്ചത് എടുക്കാൻ വന്നപ്പോ 2 എണ്ണം കൊടുത്താ പോരെ. കൊച്ചു പിണങ്ങി നോക്കിയത് മറ്റേ വീട്ടിൽ പറഞ്ഞ മമ്മയാണ്. പറയ് EFG HI HIJK അപ്പൊ ഞങ്ങള് കുളിച്ചു വന്നു. അടുത്ത കുളിച്ചോ? അടുത്ത കുളിയൊക്കെ കഴിഞ്ഞു വന്നു അല്ലേ? ഭക്ഷണം കഴിച്ചു, കുളിച്ചു, റെഡിയായി. ഉടുപ്പിട്ടില്ല, ഉടുപ്പിടണം. അതിനൊരു അംഗം വേറെ. ഉടുപ്പിട്ടാലോ? ഉടുപ്പിടണോ? ഉടുപ്പിട്ടെ, ഉടുപ്പിട്ടിട്ട് മമ്മ കളിക്കാം. വാ ഉടുപ്പിടാം. ഏതുടുപ്പിടണ്ടേ? നിങ്ങളുടെ ഒരു ഡേ ഇങ്ങനെ ഇപ്പൊ അവസാനിക്കുന്നല്ല, ഇനിയിപ്പോ ഉറങ്ങും. ഒരു സമയം 2:45. ഇനിയിപ്പോ ഒരു 3 മണിയൊക്കെ ആകുമ്പത്തേനും ഉറങ്ങി 5 മണിയൊക്കെ കഴിയുന്നിടം വരെ ഉറങ്ങും. 2.5 മണിക്കൂറോളം ഒരു പകല് ഉറങ്ങി എണീക്കും. എന്നിട്ട് ഞങ്ങള് പാർക്കിലൊക്കെ പോയി വരുമല്ലേ മാർത്തായെ? ഓ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞു പറയും, വീഡിയോ കഴിഞ്ഞു പറയും. മാർത്തയുടെ ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ. ബൈ, സീ യു ഓൾ വിത്ത് എ ന്യൂ വീഡിയോ. ബൈ പറ, ബൈ പറയും. കളി സമയമാണ്. ഇച്ചിരി മേളിച്ച് തലവലിക്കേ മാർത്ത, ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിക്കേ, തലവലിക്കേ. ബൈ ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ പറ, ബൈ പറയും. ഇവിടെ നിന്നിട്ട് ബൈ പറയും. ബൈ 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 പറ. ബൈ, see you all with a new video.